ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഫസ്റ്റ് ഗോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവായി. ഹാർട്ട് ബീറ്റ് കൂടണം. ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ആ ഒരു ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. നല്ലൊരു വൈബ് സോങ്, അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ നല്ലൊരു വൈബ് സോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇടയ്ക്കത്തെ ലിറിക്സും ഇടയ്ക്കത്തെ ചില സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ വളരെ, പ്രത്യേകിച്ച് ഓമന തിങ്കളെന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു ഇടയ്ക്കത്തെ സംഭവങ്ങളൊക്കെ വളരെ വൈബായിട്ട് തോന്നി. നല്ലൊരു വൈബ് സോങ് ആയിട്ടാണ് എനിക്ക് ഈ പാട്ട് കണ്ടപ്പോൾ തോന്നിയത്. ഇത് പാടിയിരിക്കുന്നത് അപ്സരാണ്. അപ്സറിനെ കുറിച്ച് നോക്കുമ്പോൾ ദിലീപേട്ടന് മുൻകാല പഴയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിലൊക്കെ ഇദ്ദേഹം പാടിയിട്ടുണ്ട്. അതായത് ലയണിൽ, ചിരിമണി മുല്ലേ, പാണ്ടിപ്പടയിലെ പഞ്ചായത്തിലൊക്കെ അപ്സര് പാടിയ ഗാനങ്ങളാണ്. അപ്പോൾ ആ ഒരു കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഒരു ഗാനം, അല്ലെങ്കിൽ ഒരു വൈബ് ഗാനമായിട്ടൊരു മെലഡി വൈബായിട്ടാണ് എനിക്ക് ഈ പാട്ട് കേട്ടപ്പോഴും കണ്ടപ്പോഴും വിഷ്വലിയും വളരെ നന്നായിട്ടുണ്ട് തോന്നിയത്. ദിലീപേട്ടൻ്റെ പല സ്റ്റെപ്പുകളും കാര്യങ്ങളും, കോമഡിയും കാര്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും, ചൂലൊക്കെ എടുത്തുകൊണ്ടുള്ള പരിപാടികളുമൊക്കെ വളരെ ഒരു എൻ്റർടൈനിങ് ആയിട്ടൊക്കെ തോന്നി. വളരെ നല്ല വിഷ്വലും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജിഷ്ണുവാണ്. ഞാൻ മ്യൂസിക് ചെയ്തിരിക്കുന്ന പുതിയൊരു മ്യൂസിക് ഡയറക്ടറാണ്, സനൽദേവാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിനായകാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. വിൻഡോ സ്റ്റീഫനാണ് ഡയറക്ടർ. പ്രൊഡ്യൂസർ ജിസ്റ്റിൻ സ്റ്റീഫനാണ്. മാജിക് ഫ്രെയിംസിൻ്റെ അവരാണ് എൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും പ്രിൻസ് ആൻഡ് ഫാമിലി ഏപ്രിലാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുക. ഒരു ഫീൽ ഗുഡ് മൂവി, അല്ലെങ്കിൽ ഒരു എൻ്റർടൈനിങ്, ഒരു കോമഡി ജോണറിലുള്ളൊരു ദിലീപിൻ്റെ സ്ഥിരം ഒരു എൻ്റർടൈനിങ് മൂവി ആയിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഒരു പവി കെയർ ടേക്കർ ആ ഒരു മോഡൽ സിനിമയാണെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. അതേ ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇതിൽ, അദ്ദേഹത്തിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. ഏതായാലും പാട്ട് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടമായി, അല്ലെങ്കിൽ വളരെയധികം ഒരു ഒരു വൈബ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു മെലഡി വൈബായിട്ട് ഉള്ളൊരു സോങ് ആയിട്ടാണ് ഇത് കേട്ടപ്പോൾ തന്നെ. പ്രത്യേകിച്ച് ഇടയ്ക്കത്തെ ലൈനാണ് എനിക്ക് വളരെയധികം അട്രാക്റ്റീവായത്. ഓമന തിങ്കൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു സംഭവം വളരെ വൈബായിട്ട് തോന്നി. പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു ഫീൽ ഗുഡ് മൂവിയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഒരു ഫാമിലി മൂവി, അല്ലെങ്കിൽ ദിലീപിൻ്റെ ആ ഒരു വിനോദയാത്ര, ആ ഒരു ടച്ചൊക്കെ രീതിയിലുള്ള ഒരു ഫാമിലി മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ പവി കെയർ ടേക്കറാണ് ഒന്നുകൂടെ ഓർമ്മ വന്നത്. അടുത്തിറങ്ങിയ പവി കെയർ ടേക്കർ ആ ഒരു മോഡൽ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നറിയില്ല. ഏതായാലും ഏപ്രിൽ മാസമാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്, സമ്മർ റിലീസായിട്ട്. അദ്ദേഹത്തിന് ഇനി വരാനിരിക്കുന്ന ബബ്ബായൊക്കെ വളരെ പ്രതീക്ഷ ഉണർത്തുന്ന പ്രോജക്റ്റുകളും കാര്യങ്ങളുമൊക്കെയാണ്. ലാലേട്ടൻ്റെ, ധ്യാൻ ശ്രീനിവാസന്, വിനീത് ശ്രീനിവാസന് ആ ഒരു കോമ്പിനേഷന് ബബ്ബ. ഏതായാലും വളരെ നല്ലൊരു ഫീൽ ഗുഡ് സോങ് ആയിട്ടാണ് ഹാർട്ട് ബീറ്റ് കൂടണം എന്ന സോങ്. ഇടയ്ക്ക് ചാന്തുവിട്ട് റെഫറൻസ് ഒക്കെ കണ്ടു. അവിടെ ഇവിടെയൊക്കെ പഴയ സിനിമകളുടെ റെഫറൻസൊക്കെ പാട്ടിൽ കണ്ടു. ഏതായാലും പ്രിൻസ് ആൻഡ് ഫാമിലി ഏപ്രിൽ ആണ് ഈ ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. വിഷ്വൽ റിലീസാണോ ഇനി അതിന് ശേഷമാണോ എന്നറിയില്ല. സമ്മറിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തും. ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചർച്ച ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.